സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ 3 സർപ്രൈസ് ഉണ്ട്. നോക്ക് എൻ്റെ കാലിരിക്കുന്നത് എന്തോന്നാണെന്ന്. യെസ്, പിക്കേക്സ്. അതും വെറും പിക്കേക്സ് അല്ല, അയൺ പിക്കേക്സ് വിത്ത് എൻചാൻറ്റഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈൻഡ് ചെയ്ത അയൺ പിക്കേക്സ് വിത്ത് എൻചാൻറ്റഡ് ആ ക്രിയേറ്റീവൊക്കെ എടുത്തതായിരിക്കും. അല്ല ഗൈസ്, ഇത് നമുക്ക് സ്വന്തം ഇത് തന്നത് നമ്മുടെ സ്വന്തം വണ്ടറിങ് ട്രേഡർ ബ്രോ ആണ്. വണ്ടറിങ് ട്രേഡർ ബ്രോ. സോ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പുണ്ട്, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ആക്ച്വലി ഞാനവിടെ വാട്ടർ ബോട്ടിലൊക്കെ ട്രേഡ് ചെയ്ത് 8 എമറൽഡ് ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 8 എമറൽഡ് ഒപ്പിച്ച് ഞാൻ എന്താ അയൺ പിക്കാക്സ് അങ്ങ് വാങ്ങിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവൻ നല്ലൊരു ഡാൻസ് കളിച്ചിട്ടാണ് അവൻ അങ്ങ് പോയത്. ഡാൻസ് കളിച്ചിട്ട് പോയപ്പോൾ ഞാൻ താങ്ക്സ് പറയാൻ വേണ്ടി പറയുമ്പോൾ അവനെൻ്റെ റിയൽ സ്വഭാവം എടുത്ത് കേസ്. അതായത് മൈൻഡ് ചെയ്യുന്നില്ല എമറൽഡ്. ഇപ്പോൾ അവന് മൈൻഡ് നമ്മൾ പുറകെ ഓടുന്നിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല കേസ്. രണ്ടാമത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് എനിക്കുള്ള സർപ്രൈസ് ആണ്. സോ ഞാൻ ഇൻവെന്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഇൻവെന്ററി ക്ലിക്ക് ആകുന്നില്ല. ഓക്കെ, ഇൻവെന്ററി ക്ലിക്കായി. ക്യാരറ്റ്, പൊട്ടറ്റോ, ഒരു സാധനം കൂടി ഉണ്ട്, പോയിസൻ്റെ പൊട്ടറ്റോ. ഗൈസ്, നമ്മുടെ സോംബി എന്തുകൊണ്ടാണ് തരുന്നത്? സോംബി എന്തുകൊണ്ടാണ് തരുന്നത്? റോട്ടൺ ഫ്ലഷ്. പക്ഷേ എനിക്ക് തന്ന റോട്ടൺ ഫ്ലഷ് അല്ല, ഇരിക്കുന്ന 3 സാധനങ്ങളാണ്. ക്യാരറ്റ്, പൊട്ടറ്റോ, പോയിസൻ്റെ പൊട്ടറ്റോ. സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഫുഡ് ഫാം ഉണ്ടാക്കാൻ പോകുന്നു. സോ അതൊക്കെ പണീൻ്റെ കാര്യങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ചെയ്തപ്പോഴത്തേക്ക് രാത്രിയായി. അങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ഇവന്മാർ രണ്ട് ആൾക്കാർ ഫ്രണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു, 2 സോംബിമാർ. ഞാൻ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ. ഞാൻ അവനെ നിൽക്കുമ്പോൾ കിടക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പോയി അവനെ കൊന്ന്. അവനെ കൊന്നപ്പോൾ തന്നെ എനിക്കൊരു ക്യാരറ്റ് കിട്ടി. കൊന്നപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് അവനെ കൊന്നു. അവനെ കൊന്നപ്പോൾ എൻ്റെ കയ്യിൽ 2 എനിക്ക് തന്നത് അവൻ പൊട്ടറ്റയും ഈ പോയിസൻ്റെ പൊട്ടറ്റയും അവൻ തന്നു. അതുകൂടാതെ നമുക്ക് ക്യാരറ്റ്. ഈ പോയിസൻ്റെ പൊട്ടറ്റോ നമുക്ക് ആവശ്യമില്ല. മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോ ക്യാരറ്റ്. ഈ സാധനം നമുക്ക് മെയിനായിട്ട് വേണ്ടത്. സോ നമ്മുടെ പേരിൽ ഇപ്പതേ ഈ മട്ടൺ മാത്രമേ ഉള്ളൂ. ഇതും കൂടി ഞാൻ ഇപ്പം കഴിക്കാൻ പോവാ. ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ പേരിൽ ഒരു ഫുഡും ഇല്ല. സോ ഇപ്പം ആ ഫുഡൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ഇത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. സോ ഇത് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല ഗൈസ്, വേറെ സർപ്രൈസും കൂടി ഉണ്ട്. ഈ ചെസ്റ്റ് തുറന്നു നോക്കി എന്തോന്നിരിക്കുന്നത്. അയ്യോ സർപ്രൈസ് മാറിപ്പോയാ. സാധനം എന്തി ഇതെന്തിരി? ഓക്കെ ഇതാണ് സർപ്രൈസ്. ഓക്കെ സോറി. ഇതാണ് നമ്മുടെ സർപ്രൈസ്. ഇങ്ങ് ഇത് ഡെർട്ടല്ലേ എടി? ഇത് ഡെർട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഡെർട്ട് ഇതിനകത്ത് വെച്ചേക്കാം. ഡേർട്ട്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സർപ്രൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സർപ്രൈസ്. അതിന് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് സമാധാനമായിട്ടൊന്ന് പറയാം, അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് സംഭവങ്ങൾ കാണും. സോ നമ്മുടെ സ്പ്രൂസ് പ്ലാങ്ക്സ്. ഈ സംഭവം നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുന്നത് അന്വേഷിച്ചാണ് ഞാൻ നടന്നിറങ്ങിയത്. കാരണം നമ്മുടെ ഇന്നത്തെ ബിൽഡിന് ഒരു സ്പ്രൂസ് വേണം. സ്പ്രൂസും വേണം, ഗ്ലാസും വേണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇത് തപ്പി ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു കിണ്ണ സ്ട്രക്ചർ കിട്ടി. കിണ്ണ സ്ട്രക്ചർ. സോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിപ്പ് എവിടെ നിന്ന് കൊടുത്തേക്കാം. സോ ഗൈസ്, നിങ്ങളിവിടെ കണ്ടല്ലോ, അകപ്പാട് അവിടെ ഇല്ലാത്ത എനിക്കൊന്ന് ഡാർക്ക് ഓക്കും പിന്നെ മറ്റേ പെയിൽ എന്ന് പറയുന്ന ഇത് മാത്രം. ബാക്കി എല്ലാം ഉണ്ട്. ജംഗിളുണ്ട്, മറ്റേ അക്കേഷ്യ ഉണ്ട്, പിന്നെന്തൊരു സ്പ്രൂസ് ഉണ്ട്, ചെറിയ ബ്ലോസം എല്ലാം ഉണ്ടായിരുന്നു. സോ അതിന് ഞാൻ സ്പ്രൂസ് മാത്രം എടുത്ത് എനിക്ക് അതേപോലത്തെ സ്ട്രക്ചർ നമ്മുടെ ഈ ഹോമൈലിലൊന്ന് ഉണ്ടാക്കി വെക്കണം. കാരണം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്ത് വെക്കാൻ വേണ്ടി അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്കത് ഓക്കെ 100 ഇവൻറ്റിലുണ്ടോ ഉള്ളത്. ഇവനും ഉടായ്പാണ് കേട്ടാ. മിൽക്കുണ്ട്. അല്ല മിൽക്കല്ല, ഇൻവിസിബിലിറ്റി പോഷൻ കേട്ടോ അത്. ഓക്കെ. ഇവൻ മറ്റേ സാധനം തരുന്നുണ്ടല്ലേ. ഇതെന്തൊരു ഫയർഫ്ലൈ ബുഷ്. ഈ സാധനം എമറൽഡ് ഉണ്ടെന്നാണ് വിശ്വാസം. കാരണം ഞാൻ കുറച്ചും കൂടി എമറൽഡ് 2 എണ്ണം എന്തുള്ളതെന്നുള്ളൂ. എൻ്റെ വാട്ടർ ബോട്ടിലുണ്ട്. അതിന് മുന്നേ ഇത് വളർന്നില്ലേ. സൂപ്പർ ഗൈസ്, ഇത് വളരുമെന്നാണ്. അതിവിടെ ബോളുണ്ട്. ഇതൊന്നിട്ട് വളർത്തി നോക്കാം. ഇത് വളർത്തിക്കാൻ കുറച്ചൊരു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത് വളരുമല്ലോ, 3 എണ്ണം മതിയല്ലോ. അയ്യോ എടാ വളരുന്നില്ലത്. അതെന്താണ് അങ്ങനെ? ഇനി മറ്റേ സാധനം വേണോ? നിക്ക് ഗൈസ്, ഞാൻ കുറച്ച് എമറൽഡ് എടുത്തിട്ടുണ്ട്. അവൻ്റെ ആ സാധനം ഒന്ന് വാങ്ങിക്കണം. പിന്നെ ഇത് വേറെ സംഭവം കാണിച്ചാൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇത് വരാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ബിൽഡ് വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്നൊരു പ്രോപ്പർ ബിൽഡാക്കിയാണ് നമ്മുടെ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഹോയ് ചെയ്യുക, വെള്ളം വെച്ചിടുക. ഇന്ന് നമ്മളൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ടാണ് ഗൈസ്. യെസ്, ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി അങ്ങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഗ്രീൻ ഹൗസിൽ എന്തായാലും നിങ്ങൾ 10ൽ എത്ര കൊടുക്കുമെന്ന് താഴെ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. സോ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നില്ല, പഴയ പോലെ തന്നെ വ്യൂസും കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്നലെ അധികം വ്യൂസ് കിട്ടില്ല. എന്നാലും 10 വ്യൂസും 5 ലൈക്കും 2 കമൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ്, അതായത് ഇനി അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. സോ നമുക്ക് മൈൻക്രാഫ്റ്റ് മാത്രമല്ല വേറെ ഏത് ഗെയിമാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അപ്പം കളിക്കും, അതുകൊണ്ടൊരു കുഴപ്പമില്ല. സോ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് അങ്ങ് പോകണം. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ക്യാമറ ആയിട്ടുണ്ട്. സോ
ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഇവിടെ ഒന്ന് പോകണം. വീട്ടിൽ പോയിട്ട് നമുക്ക് എമറാൾഡ് എടുത്തിട്ട് വന്നിട്ടെ ആ എന്തായിരുന്നു ഫ്ലവർ ഫ്രൈ. ഇവനൊന്ന് കൊല്ലട്ടെ. ഫുഡില്ല. ഓക്കെ, ഫുഡ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദിസ്. നമുക്ക് ഇങ്ങനെ കൊല്ലാം കഴിച്ചു. പക്ഷെ എത്രയെന്ന് പറഞ്ഞ് കൊല്ലും. നമ്മുടെ സോഡിന്റെ ഡ്യൂറബിലിറ്റി നോക്കിയേ, ചത്തുപോറേ സോഡ്. ഓക്കെ, സോ നമുക്ക് ഇവനെ കൂടി ഒന്ന് കൊല്ലണം. ഓക്കെ, ഇവനെ കൂടി തിന്നണം. ഓക്കെ, സോ നമ്മുടെ ഹങ്കർ ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ എമറൽഡും കൂടി അങ്ങ് എടുത്തിട്ട് വരാം. അവൻ ഡീസ്പോൺ ആയി പോകുന്നതിന് മുന്നേ നമുക്ക് എടുത്തിട്ട് വരാം. ജസ്റ്റ് വർക്ക് 2 ഉള്ളൂ. നമുക്ക് കുറച്ച് വാട്ടർ ബോട്ടിലുണ്ട്. ഒരെണ്ണം തന്നെ മതി. ഒരെണ്ണത്തിന് ഒരു ടൈം ഉണ്ട്. ഇവന്മാർ മൊത്തത്തിൽ കൊള്ളേടിയാണ് ഗൈസ്. നമ്മുടെ ഈ ബോട്ടിലും കൂടി അവന്മാർ എടുത്തോണ്ട് പോകും. വെള്ളം മാത്രമല്ല കേട്ടോ. എന്നിട്ട് 3 ഡയമണ്ടിന് വിൽക്കുകയും 3 എമറൽഡിന് വിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ ഫ്ലൈ ബുഷ് അങ്ങ് വാങ്ങിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചാലേ രാത്രി ആകുമ്പോൾ ഇതിനകത്ത് മിന്നി പോലത്തെ സാധനം വരും ഗൈസ്. നല്ല രസമാണ് അത് കാണാൻ. ഇതിപ്പോൾ 1 മറ്റേ പുതിയ അപ്ഡേറ്റിൽ വന്ന സംഭവമാണ്. ഓക്കെ, ഇവൻ ഇതിൽ ഡാൻസ് കളിക്കുമോ? ഇല്ല. ഇതെന്താണ് ഗൈസ് ഇത് ഇതുവരെ വളരാത്തത്? എന്തോ വിഷയമുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറേ ഞാനൊരു കാര്യം ചെയ്തേ, അങ്ങോട്ട് പോകുന്ന ഒരു കേവ് ഉണ്ട്. ആ കേവിൽ കുറേ സ്കെൽട്ടനെ ഞാൻ കണ്ടായിരുന്നു. ആ സ്കെൽട്ടനെ കൊന്നിട്ട് കുറച്ച് ബോൺ വീൽ ഒപ്പിച്ചിരുന്നിട്ടേ നിങ്ങളെ കാണിക്കാം ഗൈസ്. ഇത് വളർത്താൻ പറ്റുമോ നോക്കട്ടെ. അങ്ങോട്ടങ്ങ് പോയാൽ മതി. അവിടെ ഞാൻ ഇപ്പം കയറത്തില്ല. അവിടെ വേറെ രാഷ്ട്രത്തിന് കയറണം. സോ അത് ഞാൻ എടുത്തിട്ട് വരാം ഗൈസ്. കുറേ അടി കൊണ്ട് ചാവുന്നതിന് പകരം ലാസ്റ്റ് അവസാനം അങ്ങനെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവനൊന്ന് കൊല്ലട്ടെ. ഹങ്കർ തീരാറായി. 17 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്ര പേരെ കൊന്നു? 4 പേര് 5 പേരെന്തോ കൊന്ന്. അയ്യോ, അവിടെ വെച്ച് പറഞ്ഞു ചേട്ടാ, അവിടെ വെച്ച് ഞാൻ ബോൺവീൽ കേസ് പറഞ്ഞു. ഓക്കെ, ഇതെന്താ വളരാത്തത്? എൻ്റെ പോലെ എത്ര ബോൺവീൽ നിർത്തിവൻ. വേണ്ട സ്വർണ്ണം വെച്ച് വളർത്താതെ നല്ലത്. എൻ്റെ പൊന്നൽ ഇത്രത്തെ കഷ്ടപ്പാട് വെറുതെ ആയാലും. എത്ര അടി കൂട്ടെന്നറിയാം സ്കെൽട്ടൻ്റെ. കുഴപ്പമില്ല, നമുക്ക് ഇതങ്ങ് മൊത്തം ഇതാക്കാം. എനിക്ക് ഇതൊന്നും അല്ല, ഇഷ്ടംമാതിരി സംഭവങ്ങൾ എടുക്കാനുള്ളതാ. എത്ര ട്രാപ്പ് ഡോറും സ്ലാബൊക്കെ എടുക്കാനുള്ളതാ. മിക്കവാറും ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഇതാക്കി 2-3 മണിക്കൂർ ഇങ്ങനെ നിൽക്കേണ്ടി വരും ഗൈസ്. സോ ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് ഇതും കൂടി ഇവിടെ ഇത് സൂപ്പർ. ശരി എന്നാ ഗൈസ്, ഒരു കാര്യം ചെയ്യാം ഗൈസ്. ഞാനിനി സ്കെൽട്ടനെയൊക്കെ കൊന്നിട്ട് ഇത് മൊത്തത്തിൽ മരമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. 1 മണിക്കൂർ അങ്ങനെ 1 മണിക്കൂർ എടുത്ത് ഞാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഒപ്പിച്ചിട്ടുണ്ട്. നോക്ക് ഗൈസ്, ഇത്രയും. അതായത് മരമായിട്ട് ബന്ധപ്പെട്ടതും ഗ്ലാസ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും ഒപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ പറയുന്നത് ഇഷ്ടംമാതിരി 26 സാപ്ലിങ്സ് നമുക്ക് എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒപ്പിക്കാനുണ്ട്. ഇത്രയും സ്ലാബ്, ഇത്രയും ഗ്ലാസ്. ഈ വൈറ്റ് സ്റ്റെയിൻഡ് ഗ്ലാസ് ഒപ്പിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ആ ബോൺവീൽ അതിനും കൊടുക്കണം, ഇതിനും കൊടുക്കണം. എൻ്റെ പോയിന്റ് ഭയങ്കര പാടായിരുന്നു. ഓക്കെ, സോ എന്തായാലും നമുക്ക് അയണുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഏകദേശം ഇത്ര ചെയിന്, പിന്നെ 3 ലാൻഡേൺ, 3 ചെയിന്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഉണ്ടാക്കാനുണ്ട്. സോ അവിടെ ആയിട്ടൊരു കേവ് ഉണ്ട് ഗൈസ്. അത് ഞാൻ നേരത്തെ കാണിച്ചൊരു കേവ് ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് അയൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിണ്ണൻ അയൺ പിക്കാക്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ എന്ത് കുഴപ്പം. അതിന് മുന്നേ ഞാൻ അകത്ത് പോയിട്ട് അകത്ത് പോയിട്ട് വേറെ സംഭവം കാണിച്ചത്. ഇത്രയും കോളയും എടുത്തിട്ടുണ്ട്. അവിടെ അതായത് മറ്റേ അവിടെ സ്കെൽട്ടനെ അടിക്കാൻ പോയപ്പോഴത്തേക്കും ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കും കുറച്ച് ടോർച്ചും എടുത്തേക്കാം. റോട്ടം ബ്ലഷ് എടുക്കണം. ഇതിൽ വേറെ ഫുഡൊന്നും ഇല്ല. ചിലക്കല്ല ഇരിക്കട്ടെ, എന്തായാലും അടിയൊന്നും കൊള്ളത്തില്ല. നമ്മളെന്തായാലും അയൺ എടുക്കാനല്ലേ പോകുന്നത്. കോൾ എടുത്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കണം. ഡെർട്ട് കുറച്ച് എടുത്തേക്കാം. ഓക്കെ, കുറച്ചുകൂടി ടോർച്ച് ഉണ്ടാക്കണം. ഈ ടോർച്ചൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തൊന്നുമില്ല. അയ്യോ, സ്പ്രൂസ് വെച്ചിട്ടുണ്ടല്ലേ. സ്പ്രൂസ് എനിക്ക് വയ്യ. സ്പ്രൂസ് എടുക്കാൻ എനിക്ക് ഞാൻ ഇതൊന്ന് മാറ്റിട്ടെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഓക്കെ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം ഗൈസ്. ഇനി സ്പ്രൂസ് എനിക്ക് ഉണ്ടാകാം ചെയ്യാൻ വയ്യ. എൻ്റെ ഉള്ള ബോൺവീലെല്ലാം ഞാൻ കൊണ്ട് തീർത്ത് എന്തോ ഒരു അടി വാങ്ങിച്ചെന്നറിയാം സ്കെൽട്ടൻ്റെ. അവസാനം റോട്ടം വശം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തിന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ആവശ്യമില്ല സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് അവിടെ പോയിട്ട് അയൺ അങ്ങ് മൈൻഡ് ചെയ്യുക. അങ്ങനെ ആരെയും മോപ്സിനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് അവിടെ പോകുന്നില്ലെന്ന്. പറയാൻ പറ്റത്തില്ല എനിക്ക്. വീറ്റ് സൈഡ് കിട്ടി. നല്ല അവിടെ വെക്കാനുള്ള പിന്നെ ചുരുങ്ങിയ ഒരു ഫാമാണ് കേട്ടോ. അത് ചെറുതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. നേരെ ഡയറക്റ്റായിട്ട് താത്തോട്ട് നല്ല ഹെൽത്തും. ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. ആരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. നമുക്ക് ഇതൊന്നും മൈൻഡ് ചെയ്തിട്ട് കുറച്ച് അധികം ഇരിപ്പുണ്ട്. എനിക്കിതൊരു 10-20 കാണുമായിരിക്കും. എനിക്ക് നേരെ ഡയറക്റ്റായിട്ട് വിടുന്നതിനെക്കാട്ടിയല്ല നല്ലത്. ഇങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്കിത് ഈ അയൺ ഇപ്പം നമ്മുടെ പുതിയ അയൺ പിക്കാക്സ് ഉണ്ടല്ലോ, പിന്നെ പേടിക്കണ്ട. ഒരു MLG ഒന്നും അല്ല കേട്ടോ, വെറുതെ ആണ്. ഓക്കെ, നമ്മളങ്ങനെ അവിടെ എൻ്റെ പൊന്നെ അളിയ, എൻ്റെ കയ്യിൽ ഷീൽഡിലല്ലേ, ഞാൻ ഒന്നുമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് അതേ നിൽക്കുന്നില്ലാണോ അളിയ.
ഒരു കാര്യം ചെയ്യുക ഗൈസ്, നല്ലൊരു ഫൈറ്റ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിരുന്ന് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യ്. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഞാൻ ഈ അയൺ മൊത്തം കളക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചാവും, എനിക്ക് വയ്യ നിങ്ങളെ ചാവുന്ന കാണിക്കാൻ. ഓൾറെഡി ഞാൻ കുറേ വട്ടം ചത്തതാണ്. അതിന് മുന്നേ ഞാൻ എൻ്റെ ബാക്കി കുറച്ച് അയൺ ഉണ്ടെന്ന് തോന്നുന്നു. അയൺ ഉണ്ടാക്കി ഷീൽഡ് ഉണ്ടാക്കിയിട്ട് ആ മൊത്തം അയൺ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇവനെ ഒന്ന് കൊല്ലട്ടെ. അങ്ങനെ അവസാനത്തെ കുറച്ച് പീസും കൂടി അയൺ എടുക്കാനുണ്ട്. അവിടെ നിന്നുള്ള അടിയെല്ലാം ഞാൻ വാങ്ങിച്ചു കൂടി. ഈ കുരിപ്പിനെ കണ്ട്, ഈ കുരിപ്പ് വല്ലാത്ത വിഷയമാണ് ഗൈസ്. ഇവൻ തീയും പിടിച്ചോണ്ട് എനിക്ക് ഓടിയൊരു ഒറ്റ അടി. ഞാനവനെ ഒറ്റ നിൽക്കുന്നു. ഇവനെ കൊല്ലാനായിട്ട് സംഭവം. നമുക്ക് ഒരു അമ്പമ്പില്ലും കിട്ടിയായിരുന്നു. ഒരു ഒറ്റ അടി കൊടുക്കട്ടെ. കണ്ട സീൻ ആനിമേഷൻ അല്ലേ, ഒരറ്റടിക്കാൻ ചാവും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഈ ചെറിയ ചെറുക്കൻ എങ്ങനെയാ താടി വരുന്നത്. നമുക്ക് കുറച്ച് റോട്ട ഫ്ലാഷ് കിട്ടിയിട്ടുണ്ട് കുറേ സോംബീനെ കൊന്നപ്പോഴത്തേക്കും. എന്തോ ഒരു അടി കൊണ്ട് ലാസ്റ്റ് ഒരു ഹാർട്ടിനൊക്കെ നിൽക്കുമായിരുന്നു. അവസാനം മൂടിയൊക്കെ ഇതാക്കി. നമുക്ക് കുറച്ചുകൂടി ആൻ കിട്ടി. എത്ര ആൻ കിട്ടി ഞാൻ ലാസ്റ്റ് പറയാം. എനിക്ക് ഇതും കൂടി എടുക്കട്ടെ. എനിക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബിൽഡ് ചെയ്യാൻ അത്യാവശ്യം ആൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്നൊന്നും ആറ് സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളെന്തായാലും ഈ പ്രാവശ്യം ബിൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ, എനിക്ക് പറ്റുന്ന പോലെ എന്തായാലും ചെയ്യും. എനിക്ക് എങ്ങനെയാണോ, അതായത് എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ കൊച്ചാണെങ്കിലും എനിക്കും കുറേ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇപ്പം വെക്കേഷൻ അവസാനിക്കാറായി, എന്നിട്ട് ഞാൻ ഇതുവരെ സീരീസിൻ്റെ പകുതി പോലും ആയിട്ടില്ല. പക്ഷേ പേടിക്കണ്ട ഗൈസ്, ഞാൻ എന്തായാലും ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കും. സോ ഇനി ഇത്രയാണ് ഉള്ള. ഓക്കെ, 17 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഞാൻ അവിടെ നോക്കിയപ്പോൾ കുറേ അയ്യോ സോംബി കണ്ടില്ല. നമുക്ക് കോള് വന്നിട്ട് കുറച്ചുകൂടി വന്നിട്ട് എടുക്കണം. ഇവിടെ കുറച്ച് ഇരിക്കട്ടെ തൽക്കാലത്തേക്ക്. പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത, അതായത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം ചെസ്റ്റിലെടുത്ത് വെച്ച് എനിക്ക് പേടിയായിട്ട്. കാരണം ചത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പേടിക്കണ്ടല്ലോ. ആ സാധനങ്ങൾ എനിക്ക് തിരിച്ചുണ്ടാക്കാൻ വയ്യ. ഇവിടെ ഒന്നും അതിന് കാണുന്നില്ല കേട്ടാ. ഓക്കെ, രാത്രി ആവാൻ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും മേലോട്ട് കയറാൻ പോവാ. ഒരുത്ത പുറകെ വരുന്നുണ്ട്. പോടെ അയ്യേ പറ്റിച്ചേ, അയ്യേ ഊയ്. അവൻ പൊട്ടനായതുകൊണ്ട് അവൻ കയറി വരാമെന്ന് അറിയത്തില്ല. സോ നമുക്കിതേ ഒരു കിണ്ണൻ ജമ്പ് കാണിച്ചു തരാം. ഡ്രീം കണക്ക് ജമ്പാ. കണ്ടോണേ, നോക്കി വെച്ചോ. ഹുയ്, അയ്യോ ഓടിക്കൂടി എന്റെ പൊന്നടിയ. അവന്റെ വായിലത്തിനെ കയറി കൊടുത്തറയാൻ. എന്റെ പൊന്നു ബ്ലോക്സ് ഒക്കെ തീർന്നു. വാങ്ങി കോബിൾസ്റ്റോൺ എടുത്ത് വെച്ചത്. അവന് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്. കറക്റ്റ് ആ ചാടി വീടും സ്ഥലത്തിനാ വന്ന് നിന്ന്. എന്റെ പൊന്നടിയ പെട്ടെന്ന് കയറിയത് രാത്രി. അത് അടുത്തവന്മാരും അത് ബാക്കിലിട്ടിരിക്കും ഗൈസ്. എൻ്റെ പൊന്നെ, അതിന് വേണ്ടി റോട്ട ഫ്ലാഷ് എന്ത് കയറിയത്. ഹെൽത്തും ഇല്ല. ഇത്ര എനിക്ക് കുറച്ചുകൂടി ഹൈറ്റ് ചെയ്ത് വീണി. ഇപ്പം എൻ്റെ ചത്ത എല്ലാ സാധനങ്ങളും പോയേനെ. ഇത് പെട്ടെന്ന് ഇപ്പം പുറകെ ഓരോരുത്തന്മാർ വരും. മിക്കവാറും അവിടെ സ്കെലിട്ടനോ സോംബി ആരെയൊക്കെ കാണും, അത് ഉറപ്പാണ്. ആരിലുണ്ട് ആരില്ല. ഇതേ ഉണ്ട് എൻ്റെ പോലെ ഇതേ വരുന്നു. ഇവൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ. ഫ്ലവർ ഫ്ലൈയുടെ സംഭവം കാണിച്ചു തരാം. ഇവന്മാരുള്ളതുകൊണ്ട് അവിടേക്കൊന്ന് ലൈറ്റ് ചെയ്യണം ഗൈസ്. മോബ് സ്പോണിങ്ങിന് ഞാൻ വീടിന് ചുറ്റും മാത്രം ലൈറ്റ് ചെയ്തിട്ടില്ല, മൊത്തത്തിൽ ലൈറ്റ് ചെയ്യണം. മിക്കവാറും അവിടെ പാത്തൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ്. അയ്യോ അകത്ത്, ഈ എൻ്റെ അളിയവൻ അകത്ത് കയറി വന്നാ. സോംബീസിനൊക്കെ ബുദ്ധി കൂടിയല്ലേ. അയ്യോ മിക്കവാറും ഈ ആക്ഷൻ സ്റ്റഫിൽ ബുദ്ധി കൂടിയതായിരിക്കും. സോ കുറച്ച് റോട്ട ബ്രഷ് ഇതേ. ഇനി ലാസ്റ്റ് ഒരു ഒറ്റ റോട്ട ബ്രഷ് കൂടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം ഗൈസ്. എന്തായാലും നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന മൊത്തത്തിൽ കാണണം. ഇത് ഓൾറെഡി നല്ല ലെങ്തി ആയിട്ടുണ്ട്. സോ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ മൊത്തത്തിൽ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുക. കറക്റ്റ് 1 മണിക്കൂർ 30 മിനിറ്റ് കാണുക ഈ സാധനം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ചിലവഴിച്ചത്. ഈ ഒരൊറ്റ സാധനം ഉണ്ടാക്കാൻ വേണ്ടി. സോ ഒരു മിനിറ്റ്, അതിന് മുന്നേ ഒരു ഷിയറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഇലകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. സോ ഇതിൽ നോക്കുവാണെങ്കിൽ ഇതൊരു നല്ല ഗ്രീൻ ഹൗസ് ആണെന്നാണ് ട്യൂട്ടോറിയൽ കണ്ട ആൾ പറഞ്ഞത്. സോ ട്യൂട്ടോറിയൽ കണ്ടതിലും എൻ്റെ കുറച്ച് ഡിസൈനും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ അളവൊക്കെ മാറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാൽ, വേറെ കുറച്ച് രീതി അത് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു വാണ്ടറിൻ്റെ ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. സ്ലൈം ബോൾ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ എമറൾഡ് ഇല്ല. അത് ടെക്സോ അവന്മാർ ഇനി പിന്നെയും വരും. അപ്പോൾ അവന്മാർ പറ്റിക്കാന്നേ ഉള്ളൂ. സ്ലൈം ഫാർമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. സോ ഇങ്ങനെ നമ്മൾ ബിൽഡ് വരുന്നത്. സോ ഇതിൽ നമ്മൾ റേറ്റിംഗ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഇന്റീരിയർ നോക്കുന്നതിന് മുന്നേ നമുക്ക് സൈഡ് നോക്കാം. സൈഡ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതിന് എക്സ്ട്രാക്റ്റ് കോപ്പി ചെയ്ത് നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് നോക്കുവാണെങ്കിൽ ഡോർ ഇല്ലാത്ത ഫ്രണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ അതേ മാറം കൊണ്ട്. സോ ഇനി നമ്മൾ ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ പാത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്റീരിയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞതാണ്. ചുരുക്കം രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇന്റീരിയർ നോക്കാം. ഇടയ്ക്ക് ഓക്കെ, ഇതേ കണ്ട ഇത്രയേ ഉള്ളു. ഇവിടെ ട്രാപ്പ് ഡോറ് ഇത്രയേ ഉള്ളു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ
ലീവ്സ്, മരം, മറ്റേ സ്റ്റെയേഴ്സൊക്കെ വെച്ച് അവിടെയാണ് നമ്മുടെ വെള്ളം വരാൻ പോകുന്നത്. സോ അത്യാവശ്യം നല്ല രസമുള്ള ഇൻറ്റീരിയറാണ് ഞാൻ പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ ലീവ്സും പിന്നെ അതെ ലാൻഡേണും ചെയിനൊക്കെ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബാക്കിയെല്ലാം റീസോഴ്സ് എനിക്ക് കറക്റ്റ് ആയിരുന്നു. സോ അതെ ചെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് നമ്മുടെ ഫ്ലവർ പോട്ടിൽ മരം വെക്കാൻ പറ്റുമെന്ന്. പൂ മാത്രം വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തുള്ളായിരുന്നു, മരം വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ നമ്മുടെ കോൺഫ്ലവർ ഉണ്ട്, മരമുണ്ട്, പോപ്പി ഉണ്ട്. അയ്യോ ഇവിടെ വെക്ക് അയ്യോ ഇവിടെ വീഡിയോ ഒന്ന് എടുത്ത് തീരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം പൊട്ടിച്ച് എനിക്ക് വയ്യ. ഇതിലേക്ക് പോപ്പി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തേ. അവിടെ നിന്ന് ബോൺവീൽ അറിയാതെ ഞാൻ ചെയ്തില്ലായിരുന്നു, അവിടെ നിന്ന് എടുത്തതാ. സോ ഇനി നമുക്കിത് ഇവിടെ വെള്ളം കൊണ്ടിരണം. അത് മാത്രമല്ല നമുക്കിത് മൊത്തം ഹോ ചെയ്യും വേണം. മെയിനായിട്ട് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റയും ഇത് നടന്നു. പിന്നെ കുറച്ച് വീറ്റ് സീഡ്സ്, എൻ്റെ നേരത്തെ കയ്യിലുള്ള വീറ്റ് സീഡ്സ് പോയി. സോ അത് നമുക്ക് ഒപ്പിക്കണം. പിന്നെ ഇൻറ്റീരിയറും കൂടിയും പുറഭാഗം കൂടിയിട്ടാണ് നിങ്ങൾ ഔട്ട് ഓഫ് 10 തരേണ്ടത്. ഓക്കെ, അത് ഓർമ്മ വെച്ചേക്കാം. സോ കൊള്ളാമല്ലേ? കുഴപ്പമില്ല, എനിക്ക് പറ്റുന്ന രീതി ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ലൈറ്റ് ടാർഗറ്റൊക്കെ അറിയാമല്ലോ, എല്ലാം ഒന്ന് ചെയ്തേക്കണേ, അറിയാമല്ലോ. സോ ഓക്കെ, അതിന് മുന്നേ കേസ് നമ്മുടെ ഈ ഫ്ലവർ ഫ്ലൈ ബുഷില്ലേ, അല്ല സോറി ഫയർ ഫ്ലൈ ബുഷ്, ഈ സാധനം കൊണ്ട് അവിടെ വെച്ചേക്കാം. കാരണം ഇത് രാത്രിയാകുമ്പോൾ മിന്നാമിന്നി വരുമ്പോൾ അവിടെ കാണാതിരിക്കും രസം. കാരണം അവിടെ ഒരു ഗ്രീൻ ഹൗസ് അല്ലേ. സോ നമുക്ക് ഇവിടെ അങ്ങോട്ട് വെച്ചേക്കാം. രാത്രി ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ രാവിലെ ആയതേ ഉള്ളൂ, രാത്രി ആവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് രാത്രി ആവും. വീടിച്ചിരി ലെങ്തി ആണ്. ഇവിടെ നിന്നാണ് പോപ്പി എടുത്തത്. വീടിച്ചിരി ലെങ്തി ആണ്, കണ്ടിരിക്കാൻ പറ്റുമായിരിക്കാം, എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് അടിച്ചിട്ട് പൊക്കോ ഗൈസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ മീൻ അങ്ങനെയല്ല, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഗൈസ്, ചുമ്മാറാണ്. സോ നമുക്കൊരു ഹോ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വുഡും അയണിന് അടിച്ചിട്ടുണ്ട്. ഹോ ഉണ്ടാക്കാനായിട്ടല്ല, ഇതുണ്ടാക്കാനായിട്ട്. സോ നമുക്കിത് ഒരു പിക്കാക്സിൻ്റെ ഉണ്ടാക്കാനുള്ള ഇതുണ്ടല്ലേ. തൽക്കാലം നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ, നമുക്ക് ഒരു ആർമർ പീസും ഉണ്ടാക്കാം. കുഴപ്പമില്ല, നമുക്ക് നാളത്തെ എപ്പിസോഡായിട്ട് അതൊക്കെ ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലാതെ നമ്മൾ വേറെ സംഭവം ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അതൊക്കെ നാളെ നിങ്ങൾ കണ്ടാൽ മതി. സോ നമ്മളങ്ങനെ ഹോവും ബക്കറ്റും അങ്ങനെ സക്സസ്ഫുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വെള്ളം എടുക്കാൻ പോകണം. വെള്ളം എടുക്കാനായിട്ട് അപ്പുറത്ത് കുറച്ചങ്ങോട്ട് പോയാൽ മതി. അതിന് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ചെസ്റ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ വെള്ളം എടുക്കാൻ വേണ്ടി പോകണം. വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെയാണ് ഇത് നമ്മുടെ ഗ്രീൻ ഹൗസിന് പിന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഗ്രീൻ ഹൗസ് എന്ന് തന്നെ ഇടാതെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ച് ഞാൻ അവിടെ ഒരു പേരൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങളത് പറഞ്ഞാൽ മതി, നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ ആ ട്രാപ്പ് ഡോറിനെ അവിടെ മാറ്റിയിട്ട് അവിടെ ഒരു സൈൻ ബോർഡ് ഇട്ടിട്ടേ പറ്റുമെങ്കിൽ നമുക്ക് ഈ കോഴിയെ കണ്ട ഗൈസ്, ഈ കോഴി അവിടെ ബിൽഡ് ചെയ്യാനുള്ള സമയത്തോട്ട് ഉണ്ടായിരുന്നത്. ഇതുവരെ അത് ഡിസ്പ്ലേ, ഇവിടെ നിന്നാണ് ഞാൻ കോൺഫ്ലവർ എടുത്തത്. ഇത് കോൺഫ്ലവർ അല്ലേ? കോൺഫ്ലവർ ഇതുവരെ ഡിസ്പ്ലേ പോയിട്ടില്ലേ സാർ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. ഇത് കറക്റ്റ് ചെമ്പു ആയില്ല പല. ഓക്കെ, അത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളം കിട്ടും. കുതിര ഇവിടെ സാഡിലൊന്നും വില്ലേജൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ടും. കുഴപ്പമില്ല, കണ്ടുപിടിക്കാം. സോ ഇത് റാൻഡം സീഡാണ് കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. സോ ഇത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞെന്ന് തോന്നുന്നു, അറിയത്തില്ല, ഓർമ്മയില്ല. സോ ഇവിടെയാണ് സ്വാമ്പ് ഭയമുള്ളത്. ഇവിടെ നമ്മൾ നേരെ പോയപ്പോഴാണ് ഞാൻ മറ്റേ സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. ഞാൻ പറഞ്ഞില്ല, മരങ്ങളുള്ള സ്ട്രക്ചർ. അയ്യോ, അവിടെ 2 ബക്കറ്റ് വെള്ളം വേണ്ടേ? ഇതിൽ 1 ബക്കറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അല്ല, ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കാൻ 3 ബക്കറ്റ് വെള്ളം വേണം അല്ലേ? കുഴപ്പമില്ലേ. സോ നമുക്ക് നടന്നെത്താം. ഇവിടുന്ന് കാണുന്നത് രസമല്ലേ നമ്മുടെ ഗ്രീൻ ഹൗസ്? സ്വത്തായിട്ട് നല്ല രസമുണ്ട് ഗൈസ്. കയറി വരുമ്പോഴേ നല്ല രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല രസമുണ്ട് കാരണം. പിന്നെ ഗൈസ്, ഈ മരം കൊണ്ട് നമുക്ക് അവിടെ വെക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടി താഴെ കമൻറ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ബ്ലോസം മരം പോയി നമുക്ക് അവിടെ നിന്ന് പോയി മറ്റേ ഇതെടുത്തിട്ട് വരാം, സാപ്ലിങ്. സോ ഓക്കെ, ഇവിടെ ഈ സൈഡ് കോർണർ വഴി നമുക്ക് വെക്കാം. എന്ത് പറയും നിങ്ങൾ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്കതേ ഈ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഒഴിച്ചാൽ ഇത് ഫുള്ളൊന്നും അറിയത്തില്ലേ? എനിക്ക് ഇവിടെ ഒഴിച്ചോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര പണിയാണല്ലോ, ഒരുപാട് ഓടേണ്ടി വരുമല്ലോ. ഈ കോഴി ചത്തില്ലേ? അങ്ങോട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ടൈം ലാപ്സ് ഇട്ടിട്ടോ ഞാൻ വെള്ളം എടുക്കുന്നു.
അങ്ങനെ നമ്മൾ വെള്ളം കൂടി എടുത്തോണ്ട് വന്നിട്ട് ദൈവനെ ഒന്ന് കൊല്ലട്ടെ. ഹങ്കർ കുറയൽ കണ്ട ഗൈസ്. എൻ്റെ പൊന്നളിയാ, നമുക്ക് ഈ ഫുഡ് ഫാം എന്ന് പറയുന്നതിന് ഇതിനി നാളെയാണ് അറിയേണ്ടത്. സൺലൈറ്റ് ഇല്ലാതെ അതിനു വേണ്ടിയാണ് ഞാൻ ലാൻഡേൺ വെച്ചത്. സോ അയ്യോ ഓക്കെ ഇതും കൂടി ഓക്കെ. സോ നമ്മളിതേ ഇവിടത്തേം കൂടി വെക്കുമ്പോൾ ഇതും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്കത് അപ്പുറത്തും കൂടി കംപ്ലീറ്റ് ചെയ്യണം. സോ അത് പെട്ടെന്ന് ഞാൻ ചെയ്തിട്ട് തരാം ഗൈസ്. സോ നമ്മളങ്ങനെ അതും കൂടി സക്സസ്ഫുള്ളി ചെയ്ത് തീർത്തിട്ടുണ്ട്. ദേ ഇപ്പം നോക്കുവാണെങ്കിൽ രാത്രിയാണ് ഗൈസ്. ദേ ഈ സംഭവം കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത് മിന്നാമിന്നി പോലെ തിളങ്ങുമെന്ന്. അതാണ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചത്. ഗ്രീൻ ഹൗസിൽ ഇങ്ങനെയൊക്കെ തിളങ്ങുന്നത് കാണാൻ നല്ല രസമല്ലേ. MD ക്ലിക്ക് എഗെയിൻ ബ്ലോൺ ബൈ ക്രീപ്പർ. അതിന് വേണ്ടി ഒന്ന് കിടന്നുറങ്ങട്ടെ ഗൈസ്. മരിക്കും, മൈൻക്രാഫ്റ്റ് ആകുമ്പോൾ മരിക്കും. ഇതൊന്നും ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിലും കൂടുതൽ മരിച്ചിട്ടുണ്ട് ഞാൻ. കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 2 എപ്പിസോഡായിട്ട് 2 വട്ടം ചത്ത്. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് മുമ്പെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എപ്പിസോഡ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു സാധനത്തിന് എനിക്ക് പേടിയില്ലെന്നും പറഞ്ഞ് എല്ലാത്തിനും ഇറങ്ങും. എന്നിട്ട് എല്ലാവരുടെയും അടിയും മഞ്ചി ചാവും ചെയ്യും. കുറച്ചുകൂടി ഇതുണ്ട് പുരോഗമനം. സംഭവം ഉണ്ട് കേസ്. ഓക്കെ സോ നമുക്ക് തരാം. നമ്മുടെ ഇതും കൂടി വെച്ചിട്ട് ഇനി കുറച്ച് ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുത്തേക്കാം. ഇവിടെ കാര്യം കാണാൻ. ഓക്കെ സോ നമ്മളങ്ങനെ നമ്മുടെ ഹോളങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഹോ ചെയ്യണം. ഹോ ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് എടുത്തത്. സോ നമുക്ക് ഹോ ചെയ്യാം. ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ ഒരു മിനിറ്റ്. അതിന് മുന്നേ നമുക്ക് ട്രാപ്പ് ഡോർ ഒന്ന് പോയി എടുക്കട്ടെ. അല്ല സ്പൈഡർ അല്ല അണ്ണനത്ത് ഇവിടെ അവൻ്റെ കണ്ണ് കണ്ട കേസ്. നല്ല രസമുണ്ടല്ലേ. സോ ഇവിടെ നിന്ന് ഹോ ചെയ്തേക്കാം. ഇത് ഹോ ചെയ്യുമ്പോൾ ഒരുമാതിരി ഇരിക്കുന്നു. അല്ലല്ല രസമുണ്ട്. സോറി അതാ വെള്ളം വരാത്തതുകൊണ്ടായിരിക്കും. അതെന്താണ് വെള്ളം എത്തത്തില്ല ഇങ്ങോട്ട്? വെള്ളത്ത് ചിലപ്പോൾ അത് ഞാൻ ചാടിയതുകൊണ്ടായിരിക്കാം. വെള്ളം എത്തുമല്ലോ. എടാ ഇതിനകത്ത് വെള്ളം എത്തത്തില്ലടാ. ഇത് ഇവിടെയൊക്കെ വറ്റിപ്പോകുന്നു ഗൈസ്. മിക്കവാറും ഈ ട്രാപ്പ് ഡോറ് പൊളിച്ചിട്ടേ ഞാൻ ഇവിടെയും കൂടി ആ വെള്ളം ഒഴിക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം ചെയ്യ ഗൈസ്, അതും കൂടി ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. സോ നമ്മളങ്ങനെ 2 വശത്തും നമ്മളിത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ നമുക്കിനി ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്ന് ഹോ ചെയ്തേക്കാം. ഓക്കെ നമുക്കിത് ഈ ഭാഗത്ത് ഇനി പ്രശ്നം വരത്തില്ല. ഓൾറെഡി ഞാൻ നോക്കി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ ഇനി പ്രശ്നം വരത്തില്ല. ഇതിപ്പോൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. നമുക്കിത് ഇവിടെ 2 ഇത് നട്ടേക്കാം. ഈ 4 ഭാഗം വീറ്റിനും അടുത്തത് ഈ 4 ഭാഗം ക്യാരറ്റിനും ഈ 4 ഭാഗം പൊട്ടറ്റയ്ക്കും. സോ നമുക്കിത് ഇവിടെ പൊട്ടറ്റോ നട്ടിട്ടെ. ഈ 4 ഭാഗം പൊട്ടറ്റോ അങ്ങനെ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ പൊട്ടറ്റോ, ഈ 4 ഭാഗം പൊട്ടറ്റോയ്ക്ക്, ഈ 4 ഭാഗം ക്യാരറ്റിന്, ഈ 4 ഭാഗം വീറ്റിന്. ഓക്കെ മനസ്സിലായോ? സോ നമുക്കിത് വീറ്റിലല്ല ക്യാരറ്റിന്. ഓക്കെ തിരിഞ്ഞു. സോ ലാസ്റ്റ് ക്യാരറ്റ് നടുക്ക് വീറ്റ്. ഓക്കെ ഒരു മിനിറ്റ്. ഈ വീറ്റ് നമുക്കിത് ഇവിടെ നട്ടേക്കാം. നട് ഓക്കെ ഇപ്പം ഈക്വലായിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വലാണ് ഗൈസ്. ഓക്കെ ഒരാൾക്കും കൂടുതലും കുറവൊന്നുമില്ല. സോ ഈ സൈഡിലിടാം, ലെഫ്റ്റ് സൈഡിലിടാം. ഈ പൊട്ടറ്റോ കൊണ്ട് ലെഫ്റ്റ് സൈഡിലിടട്ടെ. ഓക്കെ അങ്ങനെ ഫൈനലി അതും നട്ടിട്ടുണ്ട്. സോ ഗൈസ് വീഡിയോയ്ക്കും വോയിസ് ക്വാളിറ്റിയും കുറച്ച് കുറവുണ്ടായിരിക്കാം. സോ ക്ഷമിക്കുക, മൈക്കൊന്നും ഇല്ലാതെ എടുക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു 10 ഔട്ട് ഓഫ് 10 നിങ്ങൾ എന്തായാലും എത്ര കൊടുക്കുമെന്ന് പറയാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഔട്ടർ അങ്ങ് പറഞ്ഞേക്കാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടാർഗറ്റ് ഓർമ്മയുടെ 10 വ്യൂസ്, 5 ലൈക്ക്, 2 കമൻറ്റ്, പിന്നെ ഈ റേറ്റിംഗ് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണുമല്ലോ. ഒരു ഫ്രണ്ട്സ് ഒരു കുളമാകുമ്പോൾ കുറേ മീൻ കാണുമല്ലോ. സോ ആ മീനുകൾക്കെല്ലാം ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സോ ഇത്ര ഉള്ള വീഡിയോ, നാളെ കാണാം. ഓക്കെ ബൈ.